ഗൈസ് രാവിലെ സമയം 1:53. അപ്പം നമ്മുടെ ചെക്കൻ രാവിലെ റിക്രൂട്ട്മെന്റിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 4 മണിക്കാണ് അവിടെ ആൾക്കാരെ അകത്തേക്ക് കയറ്റുന്നത്. പക്ഷെ നമ്മൾ 2 മണിയൊക്കെ 2:15 അവിടെ എത്തണം. കാരണം ഓൾറെഡി അവിടെ ആളായി കാണും. രാവിലെ വിളിക്കുന്നവരനുസരിച്ച് അവർ കയറ്റത്തുള്ളൂ, എത്തുന്നതനുസരിച്ച് അവർ കയറ്റത്തുള്ളൂ. അങ്ങനെ വേണ്ട, ഞാൻ രാവിലെ അവന് വെച്ചത് 2 പഴമൊക്കെ എടുത്ത് വെച്ച് അടിച്ച് അവിടെ ഇരിക്കുക. അവൻ ഷൂലേസും കാര്യങ്ങളൊക്കെ ഇട്ടുന്നു. ഒരുപാട് നാളത്തെ കാത്തിരിപ്പും ഒരുപാട് നാളത്തെ പഠിത്തത്തിൻ്റെയൊക്കെ അവസാനമാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് അനുഭവിച്ചവർക്കറിയാം. അങ്ങനെ കണ്ട കല്ലൊക്കെ ഉണ്ട്, റൗണ്ട് എണ്ണി തിട്ടപ്പെടുത്താനാണ്. അങ്ങനെ ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക്. ഇതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ അവിടെ ഉണ്ടാവും. നേരത്തെ നമ്മൾ ഒരു സമയത്തൊക്കെ ഓർഡർ ചെയ്തിട്ടൊക്കെ ഉള്ളതാണ്, ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട്. അങ്ങനെ വേണ്ട, ഞങ്ങൾ നേരെ വണ്ടിയൊക്കെ എടുത്ത് നേരെ വിട്ടു അങ്ങനെ ക്യാമ്പിലേക്ക്. അങ്ങനെ വേണ്ട, വഴി പോയപ്പോൾ 4 ചെറുപ്പക്കാർ തോളെ കൈയിട്ടുണ്ടൊക്കെ പോകും. ദൈവമേ, വെളുപ്പിനെ ഫ്രണ്ട്ഷിപ്പ് വൈബ് ആഘോഷിക്കുമായിരിക്കും. ഇതൊക്കെ ഇപ്പോഴല്ലേ പറ്റൂ, ആഘോഷിക്കട്ടെ. നേരെ NH കയറി. ഇവിടുന്ന് ഇനി 5 കിലോമീറ്റർ ഉണ്ട് ക്യാമ്പിലേക്ക്. അങ്ങനെ വേണ്ട, NH വിജനമായ റോഡിൽ കൂടെ ഞങ്ങൾ നേരെ വിട്ടു. അങ്ങനെ വണ്ടി ഇതാ പോകുന്നു. അവന് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, പോയി കൂളായിട്ട് ഓടിയിട്ട് പോവാ, അല്ലാതെ പിന്നെ ഇപ്പം നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ നമുക്ക് കിട്ടും. അവന് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വേണ്ട മുന്നോട്ടെത്തി. റോഡുകളെല്ലാം പൊളിച്ചിട്ടേക്കുന്നതുകൊണ്ട് വെച്ച് വിടാൻ പറ്റത്തില്ല. അങ്ങനെ വേണ്ട, ഞങ്ങൾ ക്യാമ്പിലെത്തി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഓൾറെഡി പിള്ളേരൊക്കെ അവിടെ ഫോളിൻ ആയിട്ടുണ്ട്. എനിക്കൊന്ന് 1 മണിക്ക് വന്ന് കിടക്കുമായിരിക്കും. എന്തായാലും ഇവിടെയുള്ള എല്ലാവർക്കും കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമ്മുടെ ചെറുക്കൻ എന്തായാലും പ്രത്യേകിച്ച് കിട്ടട്ടെ എന്ന് സ്പെഷ്യലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം ഗൈസ്, അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരിലും കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും കിട്ടട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. പ്രതീക്ഷയാണല്ലോ ജീവിതം.